بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. നമ്മളൊത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധമായ റജബ് മാസം, ഷഅബാൻ മാസം, ഈ 2 മാസങ്ങൾ നിരവധി ശ്രേഷ്ഠതകൾ ഉള്ളതാണ്. റമദാൻ മാസത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഒരു പ്രധാന പരിശീലന സമയങ്ങളാണ് റജബിലതും ഷഅബാനിലതും. റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ആ അരങ്ങേറ്റങ്ങളുടെ പരിശീലനമാണ് 30 ദിവസത്തെ അരങ്ങേറ്റത്തിന് 60 ദിവസത്തെ പരിശീലനം. ഓരോ വർഷവും ഒരു സത്യവിശ്വാസി അവൻ്റെ ആയുസ്സിൽ നേടിയെടുക്കുന്ന അനർഘ സൗഭാഗ്യങ്ങൾ, നാളത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ, അതിൻ്റെ ചാകര, പുണ്യങ്ങളുടെ പൂക്കാലം റമദാനിലാണ്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ റമദാൻ ഒരാൾക്ക് പരിപൂർണമായും ലഭിക്കണമെങ്കിൽ റജബിലും ഷഅബാനിലുമുള്ള അവന്റെ പരിശീലനം കൃത്യമായിരിക്കണം. കായികമായ പല അഭ്യാസങ്ങളിലൂടെയും പല ടെസ്റ്റുകൾ പാസ്സാകുന്ന, ജോലിയുടെ മുഖവുരയായി സർക്കാർ തലത്തിൽ പല സംവിധാനങ്ങളും ഇന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പരിശീലനം നേരത്തെ തുടങ്ങും. ചില ആളുകൾ രാവിലെ ഓടാൻ പോകും. പോലീസിലേക്കുള്ള സെലക്ഷനാണ് എങ്കിൽ അവൻ ഓടാൻ അറിയില്ലാഞ്ഞിട്ടല്ല, ഓടണം എന്ന് അറിയാനിട്ടുമല്ല. അത് നേരത്തെ അങ്ങനെ അതിനൊരു പരിശീലനമുണ്ടെങ്കിൽ ആ അഭ്യാസം അവസാന അരങ്ങേറ്റത്തിൽ വല്ലാതെ സ്വാധീനിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ റമദാനിൽ നിർബന്ധമായ നമ്മുടെ പല അമലുകൾ, അല്ലെങ്കിൽ സുന്നത്തായ ചില പ്രത്യേക അമലുകൾ, അത് റജബിലും നമുക്ക് ചെയ്യാവുന്നതാണ്, ഷഅബാനിലും ചെയ്യാവുന്നതാണ്. ചുരുക്കം ചില അമലുകൾ മാത്രമാണ് റമദാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേക അമലുകൾ. ഉദാഹരണം ഫിത്ർ സക്കാത്ത്, അത് റമദാന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ മറ്റൊന്ന് തറാവീഹ് നിസ്കാരം. അങ്ങനെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ റമദാനിന്റെ മാത്രം എന്ന് പറയാവുന്നത് ഉണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ സുന്നത്ത് നോമ്പുകൾ, റമദാനിൽ പാലിക്കേണ്ടതായ അച്ചടക്കങ്ങൾ, അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം എന്ന തോതിൽ അസാധാരണമായ പ്രതിഫലം, ആദരണീയമായ മഹത്വം റമദാനുള്ള പോലെ തന്നെ ഇതൊക്കെ റജബിലും ഷഅബാനിലുമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, റജബ് ഒരാൾക്ക് കിട്ടിയാൽ അവന് റമദാൻ കിട്ടിയെന്ന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും റജബിനെ കുറിച്ച് പറയപ്പെടുന്നത് റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമദാനു ഷഹ്റു ഉമ്മത്തി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. തൊബറാനി അവിടുത്തെ മുഅ്ജമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബൈഹഖി ശുഅബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പലരും രേഖപ്പെടുത്തുന്ന വളരെ വിശ്രുതമായ ഹദീസാണിത്. റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാന്റെ മാസമാണ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസമാണ്. വ ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്, മുത്തുനബിയ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മാസമാണ്. റജബും ഷഅബാനും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാന്റെ മാസം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസം, ഷഅബാൻ എന്റെ മാസം. റജബ് ഫറലായ അമലുകൾ ചെയ്ത് നമ്മുടെ ഫറലുകളുടെ കുറവുകൾ പരിഹരിക്കേണ്ട മാസം.
ഫർളായ അമലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളായ അമൽ നിസ്കാര, അത് റജബില അതിന്റെ നിർവഹണം നിർബന്ധമായത്. അങ്ങനെയെങ്കിൽ നിസ്കാരത്തിന്റെ പുനഃക്രമീകരണം അത് റജബിലേ ശരിയാക്കണം. ഫർളുകൾ ഒന്നും വിടാതെ അതിലുള്ള വീഴ്ചകൾ പരിഹരിക്കാനും അത് നന്നാക്കാനുമുള്ള ഒരു ഇടമായി റജബിനെ കാണണം. ഷഅബാനു ശഹരി, ഷഅബാൻ എന്റെ മാസമാണ്. അതായത് സുന്നത്തുകളിലുള്ള കുറവുകൾ ഷഅബാനിൽ പരിഹരിച്ച് അത് ശീലമാക്കി പോരണം. അപ്പൊ ഫറളും സുന്നത്തും പരിപൂർണമായ പരിശീലനം ഒരാൾക്ക് ഈ 2 മാസത്തിൽ കിട്ടുക വഴി റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ സമുദായത്തിന് കിട്ടിക്കഴിഞ്ഞേ എന്ന് പുണ്യ നബി അള്ളാഹു തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാന്റെ മാസമാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതീകമാണ്. പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് റജബ് ആദരണീയമാണ്. ഖുർആന് മുമ്പ് ഉണ്ടായിട്ടുള്ള എല്ലാ സമൂഹത്തിലും റജബ് ആദരണീയമാണ്. റജബിനെ ആദരിക്കാത്ത ഒരു സമൂഹവും ഇവിടെ ഉണ്ടായിട്ടില്ല. റജബിനെ ആദരിക്കണം എന്ന് പറയാതെ പോയ ഒരു നിയമവും ഇവിടെ ഉണ്ടായിട്ടില്ല. അത്രയും കാലങ്ങളോളം റജബ് ഇപ്പോഴും ആദരണീയം തന്നെയാണ്. പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം 1 വർഷം 12 മാസം എന്ന തോതിൽ അള്ളാഹു നിശ്ചയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന ഉദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശുഹറൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശവും ഭൂമിയും പടക്കപ്പെട്ട അന്ന് മുതൽക്ക് സമയ സംവിധാനം കൊല്ലം 1 12 മാസം കൂടുക എന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ചു. എന്നാൽ ഈ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രം, യഥാക്രമം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. അങ്ങനെയാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ ദീൻ. ഫലാ തദ്ലിമൂ ഫീഹിന്ന, ഈ പറയപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് പറയപ്പെടുന്ന പോലെ തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയാവുള്ളത്. റജബിലെ തെറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസം എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹയെ മൊത്തത്തിൽ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേരാണ് സൂറത്ത് യാസീൻ. അത്ഭുതങ്ങളായ യാസീനിൽ അള്ളാഹു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ എപ്പോൾ ചൊല്ലലാണ് ഏറ്റവും നിർബന്ധം, ഏറ്റവും വലിയ ആവശ്യം? അവൻ മരിക്കാൻ നേരം ചൊല്ലല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതാന്ത്യത്തിൽ കൊണ്ടുവരിക എന്നതിനുള്ള ഒരു പരിശ്രമമാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ അവസാനം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മരണത്തിന്റെ തീവ്രമായ വെപ്രാളത്തിൽ നാവിന്റെ തുമ്പിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ കേട്ടാ മതി, ആ മനുഷ്യന്റെ വായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓടിയെത്തുമെന്ന് മഹാന്മാർ പഠിപ്പിക്കും. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സന്ദർഭം അവന്റെ മരണനേരമാണ്. ഇതെന്തിനാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? റജബ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസമാണ്, റജബുൻ ശഹ്റുല്ലാഹ്. എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ആ ഏറ്റവും വലിയ പരിശ്രമത്തിൽ നാം കാണുന്ന അതിന്റെ എളുപ്പ വഴി സൂറത്ത് യാസീനാണ്. പുണ്യ റജബിൽ സൂറത്ത് യാസീൻ മുടക്കല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഭാവനമുള്ള ആ അധ്യായം നമ്മൾ പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിലും മറ്റുമൊക്കെ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരു മനുഷ്യൻ മരിക്കാൻ നേരം യാസീൻ കേട്ട ഒരുപാട് പ്രത്യേകത ഉണ്ടാവും. മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് യാസീൻ ഓതണം. അയാൾ കേൾക്കത്തക്ക രീതിയിൽ നല്ല ഭംഗിയായ ശബ്ദത്തില് യാസീൻ തെറ്റുകൂടാതെ ഒരു പ്രാവശ്യം ഓതി കേൾപ്പിക്കണം. അത് ഓതി കേട്ട പിന്നെ വേറൊരു കലപില വർത്താനം ഈ മരിക്കാൻ കിടക്കുന്ന ആൾ കേൾക്കരുത്. അവസാനം പറയല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം എന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെ അവസാനം കേൾക്കല് ഏത് സൂറത്താണ്? സൂറത്ത് യാസീൻ ഇങ്ങനെ തെറ്റുകൂടാതെ ഓതി കേൾപ്പിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്തെന്നറിയോ? മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു, വദാലിക ലിഅന്നൽ ഇൻസാന ഹീനഇദിൻ ദഈഫുൽ ഖുവ വകദൽ അഅ്ലാ വലാകിന്നൽ ഖൽബ യകൂനു മുഖ്ബിലൻ അലല്ലാഹി തആല ബികുല്ലിയതിഹി. ഒരു മനുഷ്യൻ മരണത്തിലേക്ക് വഴുതി വീഴുന്ന നേരത്ത് അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണത്. എല്ലാ അവയവങ്ങളും തളർന്നുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ തളർച്ച വരുമ്പോൾ അവന്റെ ഹൃദയത്തിന് ഉണർച്ച വരാൻ സാധ്യതയുണ്ട്. തളരുന്നോടത്ത് ഹൃദയം ഉണരാണ്.
തളരുന്നോടത്ത് ഹൃദയം ഉണരും. അതങ്ങനെ തന്നെയാണ്. നമ്മുടെ കാലിനൊരു വിലക്കുറവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത കൂടും, നെഞ്ചുടിപ്പ് കൂടും. എന്ത് പറ്റി പടച്ചോൻ എൻ്റെ കാലിന്? ഓരോ അവയവങ്ങളും തളരുമ്പോൾ അവന്റെ ഹൃദയത്തിന് ഉണർച്ച കൂടും. ആ സമയത്ത് മുഖ്ബിലൻ അലല്ലാഹി ബികുല്ലിയതിഹി, ഈ ഹൃദയത്തിന് മനസ്സിലായി, ബോധ്യായി എൻ്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പടച്ചോനെ വിളിച്ചേ പറ്റൂ. ആ സമയം മനസ്സിന്റെ ഒരു സ്വാഭാവികത അള്ളാഹുവിലേക്ക് മുന്നിടല. അള്ളാന്നുള്ള തോന്നല് ഈ വേദനകൾ കൊണ്ട് തളർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ തളർച്ച നേരത്തും മനസ്സിനിങ്ങനെ തോന്നും, അള്ളാഹ് എന്ന തോന്നൽ കേറി കേറി വരും. തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അതെവിടെ വരണം? ആ അള്ളാഹ് എന്നുള്ള തോന്നൽ എവിടെ വാക്കായി വരണം? ആസ്വദിച്ച് പറയണം. നമ്മളെപ്പോഴാ ആസ്വദിക്കുക? ചിരിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ നല്ലൊരു മുറിവ് കയ്യേലോ കാലേലോ ഉണ്ടായി, ആ സമയത്ത് അയാളോടൊരു പാട്ട് പാടാൻ പറഞ്ഞ ഒരു പക്ഷേ ആസ്വദിച്ച് പാടാൻ അയാൾക്ക് കഴിയില്ല. മരണത്തിന്റെ നേരത്തെ അവൻ അനുഭവിക്കുന്ന വലിയ വേദനയില് അവൻ ആസ്വദിച്ചപ്പോഴാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അവൻ ആസ്വദിച്ചത് സ്വർഗം കണ്ടിട്ടാ. അന്നേരം അവൻ ചിരിച്ചു പോയത് മുത്തുനബിയെ കണ്ടിട്ടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ അവൻ ആസ്വദിച്ചു പറഞ്ഞത് ഏത് വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തെ ആ വേദനയിൽ ആസ്വാദന മാർഗത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്തിക്കാൻ ഈ യാസീൻ കേട്ടാ മതി എന്ന് മഹാന്മാര് പറയാം. ഫൈദാ ഖുരിഅ അലൈഹി ഹാദിഹി സൂറത്തുൽ കരീമ, ബഹുമാനപ്പെട്ട ഈ സൂറത്ത് മരണാസന്നനെ കേൾപ്പിച്ചുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം തളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തസ്ദാദു ഖുവ്വത്തു ഖൽബിഹി, അവന്റെ ഹൃദയത്തിന്റെ ശക്തി കൂടും. അവയവങ്ങൾ ശക്തി കുറഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിന്റെ ശക്തി കൂടും. ഈ സൂറത്ത് കേൾപ്പിച്ച് ഓതിക്കഴിഞ്ഞാൽ വയസ്തദ്ദു തസ്ദീഖുഹു ബിൽ ഉസൂലി, അടിസ്ഥാനപരമായ അവന്റെ ഉള്ളിലുള്ള ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ശക്തി കൂടും. അതുപോലെ തന്നെ വയസ്ദാദു ഇസ്നാഖു ഖൽബിഹി ബിനൂരിൽ ഈമാൻ, ഉള്ളിലുള്ള ഈമാന്റെ ഒരു ചെറിയ വെളിച്ചം ഇത് കേൾക്കുന്ന നേരത്ത് ആ മരണത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് ആ ഈമാന്റെ വെളിച്ചം അത് വലുതായി വരും. ആ സമയത്ത് തിരിച്ചറിവിന്റെ പല യാഥാർത്ഥ്യങ്ങളിലേക്ക് അവന്റെ മനസ്സങ്ങടെ ഇഴകിച്ചേരും. ആ സമയത്ത് 10 വാഴ വെച്ചതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുനിയവിയായ ചിന്തകളോ ഒന്നും അവന്റെ മനസ്സിൽ വരില്ല. അവന്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ ഒരു ശ്രമം മാത്രമേ ഉള്ളൂ. എന്റെ തളർന്നുകൊണ്ടിരിക്കുന്ന അവയവങ്ങളിൽ എന്റെ നാവും തളർന്നിട്ടുണ്ട്, ആ നാവിനൊരു ബലം കൊടുക്കാൻ അവനൊന്ന് അങ്ങോട്ട് ശ്രമിക്കും. ഒരിക്കലും നാവിന് ബലം കൊടുത്തിട്ട് വേണ്ട മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വർത്താനം പറയാൻ. ഉണ്ടോ? കൈ വെച്ചൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കൈക്ക് ബലം കൊടുക്കണം, നമ്മൾ അറിഞ്ഞു കൊടുക്കണം. ഒരു 5 ലിറ്ററിന്റെ ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ആ വെള്ളമൊന്നും എടുത്ത് പൊക്കണമെങ്കിൽ കൈ കൊണ്ട് ഒരു അമല് നമ്മൾ ചെയ്യണമെങ്കിൽ അറിഞ്ഞു തന്നെ ചെയ്യണം. നാവുകൊണ്ട് വർത്താനം പറയലോ വേറെ ഏത് പ്രവൃത്തിയുടെ കൂടെ നടക്കും. അതിന് പ്രത്യേകം മനുഷ്യൻ ശ്രദ്ധിച്ചൊരു ബലം കൊടുക്കൽ വേണ്ട. എന്തുകൊണ്ട്? അള്ളാഹു ആ സംവിധാനം അങ്ങനെയാ വെച്ചിരിക്കുന്നത്. തളർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ പ്രത്യേക ബലം കൊടുക്കണ്ട. ഈ നാവിന് സ്വാഭാവികമായും മനസ്സ് കൊടുക്കുന്ന കരുത്ത് മുഴുവൻ നാവിൽ പ്രഷറായി വരും. ആ സമയത്ത് അവന്റെ ഉള്ളിലുള്ള ഈമാന്റെ വെളിച്ചത്തിൽ സ്ഫുരിച്ചു നിൽക്കുന്ന എന്നോ എവിടെയോ അവൻ കേട്ടതല്ല, ജീവിതത്തിൽ നിരന്തരം പറഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലാ കിടക്ക. അത് പറയാൻ നാവിന് ഈസി ആയി കഴിയും, എളുപ്പത്തിൽ കഴിയുമെന്ന് മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. അതെന്താ കാരണം? പ്രചോദനമായി വന്നത് സൂറത്ത് യാസീന്റെ അക്ഷരക്കൂട്ടങ്ങളെ കേട്ടതാ. സൂറത്ത് യാസീന്റെ അക്ഷരങ്ങളെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് എത്തിച്ചേരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മഹാനായ ഇമാം ഇബ്നു മാജയുടെ സുനനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഹാഷിയത്ത് സനദി രേഖപ്പെടുത്തുന്നു. കണ്ടോളൂ. ലി അന്ന സൂറത്ത് യാസീൻ മുസ്തമിലത്തുൻ അലാ ഉസൂലുൽ അഖായിഖ് മിനൽ ബഅ്സി വൽ ഖിയാമത്തി, ഒരു മരണം മുതൽക്ക് അപ്പുറത്തേക്കുള്ള പുനർജീവിതം, ഖബർ, ഖിയാമത്ത് നാള്, വിചാരണ പോലെയുള്ള എല്ലാ കാര്യങ്ങളെയും ചുറ്റി വലയം ചെയ്തുകൊണ്ടുള്ള അവതരണമാണ് സൂറത്ത് യാസീനിൽ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കേൾക്കുന്ന മനുഷ്യനിൽ മരണത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് വരെ ഉള്ളിലുള്ള ഇലാഹി ചിന്തയും പരലോക ചിന്തയും ലാ ഇലാഹ ഇല്ലല്ലാഹയും അവന്റെ നാവിലേക്ക് വേഗത്തിൽ ശക്തിയിൽ എത്തും എന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറയാൻ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് യാസീൻ ഓതി കൊടുത്താൽ മതി. അത് കേൾക്കുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത്
വരാൻ. അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ പിഴുത് കൊണ്ടുവരപ്പെട്ട റൂഹിന്റെ വഴിക്ക് പോകുമ്പോഴും അവസാനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന്റെ അല്പം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവനിൽ അതിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകും അവന്റെ ആരോഗ്യം. അത് പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കും അവന്റെ ബോധം, മറ്റൊന്നിലും അവൻ ചിന്തിക്കില്ല. അങ്ങനെ അവൻ എളുപ്പം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കിടക്കുന്ന ആള് യാസീൻ കേട്ടതിന്റെ പേരിൽ പറയാൻ ഏറ്റവും എളുപ്പം ഈ ഒരു വഴിയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. യാസീൻ കേട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റജബ് മാസവും സൂറത്ത് യാസീനും തമ്മിലുള്ള ബന്ധം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള പ്രചോദനത്തിന്റെ വാക്കുകളാണ് യാസീന്റെ വരികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഭാവനം ചെയ്യുന്ന ഒരു തത്വമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ് റജബ് മാസത്തിനുള്ളത്. അപ്പൊ റജബും ലാ ഇലാഹ ഇല്ലല്ലാഹും ബന്ധമുണ്ട് എങ്കിൽ റജബും സൂറത്ത് യാസീനും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് ചെറിയൊരു വിശദീകരണം തരാൻ ആഗ്രഹിക്കുന്നു. ഖുർആനിൽ സൂറത്ത് യാസീൻ വന്നിരിക്കുന്നത് ഖുർആന്റെ ഹൃദയം എന്ന് പറയുന്ന ഭാഗത്താണ്. നമ്മുടെ വീടിന്റെ ഹൃദയം ഏതാ? അടുക്കളയാണ്. നമ്മുടെ വീടിന്റെ ഹൃദയം അടുക്കള. ഒരു വീട്ടിൽ എല്ലാ സൗകര്യമുണ്ട്, അടുക്കളയില്ല, അവിടെ താമസക്കാരുണ്ട്. എന്ത് ചെയ്യും? സഹോദരിമാരാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്താ, എന്നും പാഴ്സല്, ഫാസ്റ്റ് ഫുഡ് പാഴ്സല്, തന്തൂരിയും കിന്തൂരിയും ഒക്കെ പെരക്കകത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും അടുക്കളയിൽ. അത് നടക്കൂല. ഒരു ലിമിറ്റ് ഉണ്ട് ഇതിന്. ഓരോ ഭാഗത്തിനും ഒരു ഹൃദയം ഉണ്ട്. ഹൃദയം എന്നത് ഖുർആനിലും ഉണ്ട്. ഖുർആന്റെ ഹൃദയം സൂറത്ത് യാസീൻ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീൻ മരണാസന്നൻ കേൾക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് പ്രചോദനം കൊടുക്കുമെന്ന് പറഞ്ഞതിന് ഉപോത്ബലകമായി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. മഹാനായ മുഹമ്മദ് അബ്ദുർ റഊഫിൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ജാമിഉൽ സഗീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫൈദുൽ ഖദീറിൽ ഒരു സംഭവം കാണാം. മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നുൽ അറബി തങ്ങൾ പറയുന്നുണ്ട്, തുതഅക്കദു ഖിറാഅത്തു യാസീൻ വഇദാ ഹദറത് മൗതു അഹദിൻ ഫഖറഉ ഇൻദഹു യാസീൻ. യാസീൻ സൂറത്ത് ഓതല് ശക്തമായ സുന്നത്താണ്. യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കല് എപ്പോഴും യാസീൻ ഓതല് ശക്തമായ സുന്നത്താണ്. യാസീൻ തെറ്റുകളില്ലാതെ ഓതാൻ പഠിക്കണം. യാസീൻ ഓതല് ശക്തമായ സുന്നത്താണ്. പ്രത്യേകിച്ച് ഒരു മരണാസന്നന്റെ മുന്നിൽ യാസീൻ പ്രത്യേകം ഓതണം. അതും പ്രത്യേകം സുന്നത്താണ്. എന്താണെന്നറിയോ? ഇബ്നുൽ അറബി തങ്ങൾ പറയാണ്, ഫഖദ് മരിദതു വഗുസിയ അലയ്യ. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ. തനിക്ക് രോഗം ശക്തമായ സമയത്ത് അദ്ദേഹം ആ രോഗം മരണത്തിലെത്തുമെന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോ, താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോ അദ്ദേഹത്തിന് ആ രോഗം സംബന്ധമായിട്ടുള്ള പ്രയാസത്തിൽ ബോധക്ഷയം വന്നപ്പോ മരണം താൻ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മരിക്കും എന്ന അവസ്ഥയിൽ ഞാൻ മരിച്ചു തന്നെ കൂട്ടി. അത്രയും ഞാൻ അവശതയായ നേരത്ത് എന്റെ ബുദ്ധി മറിഞ്ഞു. ഞാൻ മരിക്കാൻ പോവാട്ടോ, മരിച്ചുകൊണ്ടിരിക്കാം, മരണം മുന്നിൽ കാണാം. ശരിക്കും മരിക്കുന്ന ഒരവസ്ഥയെ അഭിമുഖീകരിച്ച ഒരാളാണ്. 24 മണിക്കൂർ മരിച്ചു കിടന്ന പോലെ മരണത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില്, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരാൾ പോയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. ഒരു യുവതി 24 മണിക്കൂർ മരിച്ചു കിടന്ന ഒരു യുവതി ജീവൻ കിട്ടിയ പോലെ അവർ വീണ്ടും ജീവിച്ചു വന്നതിന്റെ ഒരു അഭിമുഖവും മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം ഈ അടുത്ത ദിവസം മീഡിയകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്ന് പറഞ്ഞ പോലെ മഹാനായ ഇബ്നുൽ അറബി തങ്ങള് മരണത്തിന്റെ എല്ലാ തളർച്ചയും അഭിമുഖീകരിച്ച് അദ്ദേഹം മരണത്തിൽ വഴുതി വീണ് നിൽക്കാം. ആ സമയം അദ്ദേഹം പറയാ, എന്റെ മങ്ങിയ ഓർമ്മയിൽ ഞാൻ കാണുന്നത് എന്നെ എടങ്ങേറാക്കാൻ വേണ്ടി കുറെ ആളുകൾ മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന പോലെ എന്റെ കട്ടിലിന്റെ ചുറ്റും ഇങ്ങനെ എവിടെ നിന്നാണെന്നറിയില്ല അങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക. അവര് മുഴുവനും എന്നെ എടങ്ങേറാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. ആ മരണത്തിന്റെ ആ ബോധം പോകുന്ന അവസ്ഥയിൽ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്, ഞാൻ അനുഭവിച്ചത് അങ്ങനെയാണ്. ആ സമയത്തുണ്ട് നല്ല സുഗന്ധമുള്ള ശക്തനായ കാണാൻ നല്ല ഭംഗിയുള്ള ഒരാള് എന്റെ അടുത്തുണ്ട്
എൻ്റെ അടുത്തേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന പോലെ എന്നെ ഇടങ്ങേറാക്കാനും എന്നെ ഇടിക്കാനും കുത്താനും ചവിട്ടാനും വരുന്ന ആളുകളുടെ ഇടയിലേക്ക് സുന്ദരനായ സുഗന്ധമുള്ള ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് അങ്ങ് നിന്ന്, ശദീദൻ ശക്തനാണ് അദ്ദേഹം. എന്നിട്ട് ദഫഅഹും അന്നീ ഹത്താ ഖഹറഹും, മഴ പെയ്തിറങ്ങിയ പോലെ എന്റെ മുന്നിലേക്ക് ഇറങ്ങിയ എന്നെ ഉപദ്രവിച്ച എല്ലാരെയും ഇയാൾ ഒറ്റയ്ക്ക് നേരിട്ട് എല്ലാരും പരാജയപ്പെടുത്തി എനിക്ക് സുരക്ഷിതത്വം തന്നു, സുഖമായി മരിക്കാനുള്ള അവസരം എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആ അബോധാവസ്ഥയിലും എന്റെ മനസ്സാക്ഷി അദ്ദേഹത്തോട് ചോദിച്ചു. ഇബ്നുൽ അറബി തങ്ങളുടെ അനുഭവം പറയുന്നു. ഞാൻ ചോദിച്ചു, മന്നന്ത, നിങ്ങൾ ആരാ? അദ്ദേഹം പറഞ്ഞു, സൂറത്തു യാസീൻ. ഞാൻ സൂറത്ത് യാസീനാണ്. ഈ രൂപം ഞാൻ സൂറത്ത് യാസീന. പെട്ടെന്ന് അള്ളാഹുവിന്റെ ഒരു ഖലാ, എനിക്കൊരു പുനർജീവിതം, എന്റെ ശരീരത്തിന് പതുക്കെ പതുക്കെ ആരോഗ്യം കിട്ടി. ഞാൻ മരിച്ചില്ല, ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബോധം തെളിഞ്ഞു. ആ സമയം കണ്ണ് തുറന്നു നോക്കിയപ്പോ എന്റെ ഉപ്പ എന്റെ തലക്കും ഭാഗത്തിരുന്ന് കരയാ. എല്ലാരും ഉണ്ടവിടെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ഉപ്പ കരയുന്ന സമയത്തും എന്തോ ഓതുന്നുണ്ട്. സൂറത്ത് യാസീൻ വഖദ് ഖതമഹാ. ഉപ്പ കരച്ചിലിന്റെ ഇടയിലും നല്ല ഉച്ചാരണ ശുദ്ധിയിൽ എന്തോ ഒന്ന് പാരായണം ചെയ്യുന്നതും ഞാൻ കേട്ടു. ശ്രദ്ധിച്ചു കേട്ടപ്പോ എന്റെ ഉപ്പ കരഞ്ഞിട്ട് എന്റെ തലക്കും ഭാഗത്ത് ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്റെ ഉപ്പ എന്നെ ഓതി കേൾപ്പിച്ചത് സൂറത്ത് യാസീൻ ആണെന്ന് മഹാനായ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറയും. അപ്പൊ മരണാസന്നനായ മനുഷ്യന് സൂറത്ത് യാസീൻ വലിയ സ്വാധീനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ സ്വാധീനം, ചെറിയ സൂറത്തൊന്നുമല്ല ഇത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇസ്മായിൽ ഹഖൽ ബറൂസി രേഖപ്പെടുത്തുന്നു, ഇന്നല്ലാഹ സമ്മാനി ബിസബഅതി അസ്മാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എനിക്ക് 7 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എനിക്ക് 7ഓളം പേരുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ 7 പേരുകൾ ഖുർആൻ പറഞ്ഞത്, ഒന്നാമത്തേത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തേത് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തേത് ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാലാമത്തേത് യാസീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഞ്ചാമത്തേത് അൽ മുസമ്മിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആറാമത്തേത് അൽ മുദ്ദഥിർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏഴാമത്തേത് അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 പേര് റസൂലുള്ളാഹിയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് യാസീൻ എന്ന് പേരിടാറുണ്ട് അല്ലേ? ആരുടെ പേര്? റസൂലുള്ളാഹിയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെയുമല്ല, കേട്ടോളൂ, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ ലോകമല്ലേ സ്വർഗം? സന്തോഷത്തിന്റെ ലോകമാണ് സ്വർഗം. സന്തോഷം വരുമ്പോ എന്താ? അടുക്കളയിലൊക്കെ നല്ല മൂളിപ്പാട്ട് കേൾക്കാൻ പറ്റും. സന്തോഷം വരുമ്പോ എന്താ പാടിയെന്ന് വെച്ചാ ഒന്നുമില്ല, വെറുതെ അല്ല. എന്തെന്ന് ഇത്ര സന്തോഷം, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സന്തോഷം വരുമ്പോ പാട്ട് പാടും, അങ്ങനെ ഉണ്ട്. നിങ്ങൾ പോയി പാടി നോക്കട്ടെ, സന്തോഷം ഉണ്ടോന്ന് അറിയാം. പാട്ട് വരും, തന്നെ പാട്ട് വരും. സന്തോഷമുണ്ടെങ്കിൽ പാട്ട് വരും. സ്വർഗം സന്തോഷത്തിന്റെ ലോകമാ, അസുഖങ്ങളില്ലാതെപ്പോഴും ആനന്ദമാ, അസുവാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ. സന്തോഷത്തിന്റെ ലോകമാണ് സ്വർഗം. സ്വർഗവാസി അവിടെ പാടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗവാസികൾ പാട്ടുപോലെ പാടി നടക്കുന്ന സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമേ പരിശുദ്ധ ഖുർആനിന്റെ 3 അധ്യായങ്ങളാ. ഒന്നാമത്തേത് സൂറത്ത് ത്വാഹ, രണ്ടാമത്തേത് സൂറത്ത് യാസീൻ, മൂന്നാമത്തേത് സൂറത്ത് മറിയം. ശഫീഉനാ റസൂലുള്ളാഹി. ഈ 3 അധ്യായ പാട്ടിന് പകരം സ്വർഗത്തിൽ സത്യവിശ്വാസി സ്വർഗവാസി ഉപയോഗിക്കുക. അതൊക്കെ അവിടെ പാടാനും പറയാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിന്റെ അന്തരീക്ഷത്തിൽ പാട്ടിന്റെ സ്ഥാനത്ത് ഈ 3 അധ്യായങ്ങളാ. അതിൽ 2 ആരുടെ പേര് തന്നെയാ? ഹബീബിന്റെ പേരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരെണ്ണം ഹബീബിന്റെ അവിടുത്തെ പത്നിയുടെ പേരാ, അവിടുത്തെ ഭാര്യയുടെ പേര്, അവിടുത്തെ ഭാര്യ മറിയം റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ്.
കേട്ടോളൂ. സൂറത്ത് യാസീൻ നല്ല പഴക്കമുള്ള അധ്യായ, നല്ല പഴക്കമുള്ള അധ്യായമാണ്. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തുന്നു, ഖാല റസൂലുള്ളാഹി ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വയാസീൻ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പിന്നീട് അവതരിക്കാനുള്ള സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും നേരത്തെ പാരായണം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഖുർആനിൽ വരാൻ പോകുന്ന അധ്യായത്തെ നേരത്തെ അള്ളാഹു പാരായണം ചെയ്തു. എന്നാണെന്നറിയാ ആ പാരായണം ചെയ്തത്? ഖബ്ല അൻ ഖലഖ ആദമ ബി അൽഫി ആം, ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പെന്ന് പുണ്യ നബി അള്ളാഹു പാരായണം ചെയ്തു. ആ പാരായണം മലക്കുകൾ കേട്ടു. അള്ളാഹുവിന്റെ ചില വാക്കുകളുണ്ട്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അള്ളാഹുവിന്റെ ചില വാക്കുകളാ. ഒന്ന്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാം അള്ളാഹു പറയുന്നതാ. അള്ളാഹു ചിലത് പറയാറുണ്ട്. സലാം വലിയൊരു അമലാണിത്. റജബുമായി അതിന് ബന്ധമുണ്ട്. സമയമുണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ദിവസം പറയാം. സലാം അള്ളാഹുവിന്റെ ഒരു വചനമാണിത്. സലാം അള്ളാഹ് പറയുന്നത്. അത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹു ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ പറയാം, ചെയ്യാം. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് ത്വാഹ സൂറത്തും യാസീൻ സൂറത്തും ഓതി. ഇത് മലക്കുകൾ കേട്ടത്രേ. മലക്കുകൾ ഇത് കേൾക്കുമ്പോൾ ഖാലു, അവർ പറയും, തൂബാലി ഉമ്മത്തിൻ യൻസിലു അലൈഹിം ഹാദാ. ഓ, ഈ അധ്യായങ്ങൾ അവതരിക്കുന്ന സമൂഹം എത്ര ഭാഗ്യമുള്ള സമൂഹമാ. അവർക്ക് ഞങ്ങൾ മംഗളം അറിയിക്കുന്നു. വതൂബാലി അൽസുനിൻ തതകല്ലമു ബിഹാദാ. സൂറത്തു ത്വാഹയും സൂറത്തു യാസീനും ഓതാൻ ഭാഗ്യമുള്ള നാവുകളെ നിങ്ങൾക്ക് അല്ലാഹു ഗുണം ചെയ്യട്ടെ എന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാ. വതൂബാലി അജ്വാഫിൻ തഹ്മിലു ഹാദാ. സൂറത്തു ത്വാഹയും സൂറത്ത് യാസീനും മനപ്പാഠമാക്കിയ ഖൽബിന്റെ ഉടമയെ നിനക്ക് അല്ലാഹ് നല്ലത് വരുത്തട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കാ. സയ്യിദുനാ റസൂലുള്ളാഹി യാസീൻ ഓർമ്മ വെച്ച കാലത്ത് കാണാതെ പഠിച്ചതാ. പക്ഷേ ഇങ്ങനെ മലക്ക് യാസീൻ കാണാതെ അറിയാവുന്ന ദ്വാരക്കൂന്നുള്ളത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓതണ്ട പോലെ ഓതണം. യാസീൻ ഓതുന്നത് ചിരിച്ചോണ്ടല്ല. യാസീൻ ഓതുന്നത് ഏതെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴെല്ലാം ഓദിക്ക് അതിന്റെ കൂലി കിട്ടും. യാസീൻ ഓതാൻ ഉണ്ടാവട്ടെ. ഖുർആനിൽ നോക്കി തന്നെ ഓതട്ടെ. നോക്കി തന്നെ ഓതണം. 3 കൂലി അവിടെ ഉള്ളത്. 1 നോക്കിയ കൂലി കിട്ടും, 2 ഓതിയ കൂലി കിട്ടും, 3 ഓതി ഇപ്പൊ കേട്ട കൂലി കിട്ടും. 4മതൊരു കൂലിയുണ്ട്. ഓതുമ്പോൾ, യാസീൻ ഓതുമ്പോൾ ഒന്ന് കരയാൻ ശ്രമിച്ചോ, പരലോകത്തെ ഒന്ന് ചിന്തിച്ചോ, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അല്ലാഹുവേ നീ പൊറുക്കണേ എന്ന പശ്ചാത്താപ മനസ്സോടുകൂടെ ഓദിക്കോ. അല്ലെങ്കിൽ ഇന്ന ആവശ്യം നിറവേറ്റി തരണേ എന്ന ചിന്തയോടുകൂടെ ഒരു ദുആ പോലെ യാസീൻ ഓദിക്കോ. വലിയ കൂലിയാ. നോക്കി ഓതിയതിന്റെ കൂലി, ഓതിയ ശബ്ദം കേട്ട കൂലി, നോക്കി നിന്ന ഓതിയ കൂലി, ഉച്ചരിച്ച കൂലി, ചിന്തിച്ച കൂലി, 4 കൂലി. ഇനി ഒരാളെ കേൾപ്പിച്ച് അയാൾക്കും കൂലി കിട്ടണം എന്ന ഉദ്ദേശമുണ്ട്, അതിന്റെ കൂലി വേറെ. യാസീൻ ഓതുമ്പോ ഇത്രയും സരളമായി നമ്മുടെ നാവിൽ വഴങ്ങുന്നൊരു അധ്യായം വേറില്ല. യാസീൻ ഓതണം. നല്ലൊരു യാസീൻ അള്ളാഹു കൊടുക്കുന്ന കൂലി എത്രയെന്ന് അറിയോ? അള്ളാഹു തരട്ടെ. നല്ല ഒരു യാസീൻ, നല്ലൊരു യാസീൻ. യാസീൻ നല്ലതാണ്, ഓതന ആള് നന്നാക്കണം. മനസ്സിലായില്ലേ? നമ്മൾ നല്ലോണം ഓതി, നല്ല റാഹത്തിൽ ഓതി, അല്ലാന്നുള്ളൊരു ചിന്ത കിട്ടണം. യാസീൻ ഓതി കഴിയുമ്പോൾ ഒരു ആത്മീയമായ ഒരു ഉത്തേജനം ഹൃദയത്തിൽ കിട്ടണം. ഓ, എന്തൊരു വലിയ അമല് ചെയ്തു എന്നൊരു സന്തോഷം ഉണ്ടാവണം. നല്ലോണം ഓതണ്ട പോലെ ഒരു യാസീൻ ഓതിയാൽ കേട്ടോളൂ, അള്ളാന്റെ ഹബീബ് പറയുകയാണ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തുന്നു, മൻ ഖറഅഹാ ഉദിലത് ലഹു 20 ഹജ്ജാ. ഒരു യാസീൻ ഓതണ്ട പോലെ ഓതിയാൽ, അള്ളാഹു പരിഗണിക്കണ്ട പോലെ പരിഗണിച്ചാൽ 20 ഹജ്ജിന്റെ കൂലിയാ നബി മുഹമ്മദ് മുസ്തഫ. 20 ഹജ്ജ്.
റജബിൽ 20 ഹജ്ജിന്റെ കൂലി കിട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു കൂലി അള്ളാഹു ഒരാൾക്ക് കൊടുത്തുന്ന് വെച്ചാ ആ മനുഷ്യനിൽ വരുന്ന ഈമാന്റെ വർധനവ് എത്രയായിരിക്കും? ഇത് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ആ ഗ്രോത്ത്, അയാൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പുരോഗമനം, ആത്മീയ തലത്തിലുള്ള ഒരു പുരോഗമനം. അങ്ങനെ അള്ളാഹ് കബൂലാക്കിയ കോലത്തില് 20 ഹജ്ജിന്റെ കൂലിയൊക്കെ കിട്ടുന്ന കോലത്തിൽ ഒരു യാസീൻ ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ നാവുകൊണ്ട് പിന്നെ അനാവശ്യമായ ഒന്നും പറയൂല, ആ കണ്ണുകൊണ്ട് അനാവശ്യമായ ഒന്നും കാണൂല, ആ കാതുകൊണ്ട് അനാവശ്യമായ ഒന്നും കേൾക്കൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കബൂലാക്കുന്ന കോലത്തിൽ ഓതണ്ട എല്ലാ അദബുകളും പാലിച്ചോതിയിട്ട് സൂറത്ത് യാസീൻ കൊണ്ട് പുണ്യ റജബിൽ ഒരാൾക്ക് പ്രതിഫലം നേടാം. 20 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് എന്റെ വകയല്ല. തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീറു റൂഹുൽ ബയാൻ, സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ. വമൻ സമിഅഹാ കാന ലഹു സവാബു സദഖത്തി അൽഫി ദീനാരിൻ ഫീ സബീലില്ലാഹ്. ആസ്വദിച്ച് കേട്ടു, കൊതിയോടുകൂടെ കേട്ടു. യാസീൻ ഓതിയത് കേട്ടത് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ കേട്ടു. എന്നാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ 1000 ദീനാർ സദഖ ചെയ്ത കൂലിയാ. ദീനാർ കുവൈത്തിന്റെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ എത്രയായി കൂലി? നമ്മള് ഒരു ദീനാർ എത്ര? ഇപ്പൊ കുവൈത്ത് ദീനാർ എന്ത് റേറ്റ് ഉണ്ട്? ഇപ്പൊ 270 ഒരു ദീനാർ. ഇത് ഉള്ളത് വമൻ സമിഅഹ കാന ലഹു സവാബു സദഖത്തി അൽഫി ദീനാർ. 1000 ദീനാർ സദഖയാണ്. അപ്പോ 27,000 ആണോ? അല്ലല്ല, 2 ലക്ഷത്തിന്റെ മുകളിൽ. 2 ലക്ഷത്തിന്റെ മുകളിലായി 270 2,70,000 രൂപ ഒരു നമ്മള് 2,70,000 ഏതായാലും അതൊക്കെ ചെയ്യാനും സാധ്യതയില്ല. ചെയ്താൽ തന്നെ 10 ആളോട് പറഞ്ഞാൽ അത് 3 ലക്ഷത്തിന്റെ പണി ഇങ്ങോട്ട് മേടിച്ചു വയ്ക്കും. അവള് കളയുകയും ചെയ്യും. അങ്ങനെയുണ്ട്. അള്ളാഹു കബൂലാക്കിയ 1000 ദീനാർ സദഖ ചെയ്ത കൂലി. വമൻ കതബഹാ സുമ്മ ശരിബഹാ ഉദ്ഖിലത് ജൗഫഹു അൽഫു ദവാ. യാസീൻ പിഞ്ഞാണം എഴുതി, യാസീൻ പിഞ്ഞാണം എഴുതിയിട്ട് അത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ, അങ്ങനെ ഉണ്ടോന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പിഞ്ഞാണം എഴുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഒരു ചികിത്സയാണത്. പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അത് കുടിച്ചാൽ ആ മനുഷ്യന്റെ അകത്തേക്ക് അല്ലാഹു 1000 മരുന്നുകളെ പ്രവേശിപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി വ അൽഫു നൂരിൻ, 1000 പ്രകാശം അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തു. വ അൽഫു ബറകത്തിൻ വ അൽഫു റഹ്മാ വ നുസിഅ മിൻഹു കുല്ലു ദാഇൻ വഗൽ. ആ ഉള്ളിന്റെ ഉള്ളിൽ ഇനി ഒരിക്കലും കുശുമ്പ് വരൂല, അസൂയ വരൂല, വൈരാഗ്യം വെച്ചു പുലർത്താൻ ആ ഖൽബിന് കഴിയൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.